ഫൗസ്റ്റീന ഡയറി 294 നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ളുകൊണ്ട് വായിക്കേണ്ട നമ്മൾക്ക് ഫേസ് ചെയ്യുന്ന ഉള്ളുകൊണ്ട് വായിക്കേണ്ട ഒരു 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 സ്പിരിച്വൽ പ്രോബ്ലത്തിനുള്ള ഒരു ഉത്തരവുണ്ട്. ഇതാണ് 294 പറയുവാണ്, ഒരു യാചകനെ പോലെ പെരുമാറുക. ഉന്നതമായ കൃപകൾ ഞാൻ നിനക്ക് തരുമ്പോൾ നീ അതിന് യോഗ്യയല്ലെന്ന് പറഞ്ഞ് നീ പിന്തിരിയരുത്. ഉന്നത കൃപകൾ ഞാൻ തരുമ്പോൾ നീ അതിന് യോഗ്യയല്ലെന്ന് പറഞ്ഞ് നീ പിന്തിരിയരുത്. നീ യോഗ്യയല്ലെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ആനന്ദത്തോടെ നിനക്ക് വഹിക്കാൻ പറ്റുന്നിടത്തോളം നിക്ഷേപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുക്കുക. അങ്ങനെ എന്നെ കൂടുതൽ ആനന്ദിപ്പിക്കുക. ഒരു കാര്യം കൂടി നിന്നോട് പറയാം, നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഈ കൃപകൾ സ്വീകരിക്കുക. അതായത് എൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. എന്നിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ആത്മാക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈശോയുടെ അടുത്ത് ഇരുന്ന് ഓരോ കൃപകൾ ചോദിക്കുന്ന സമയത്ത് ഈശോ ഓരോ കൃപകൾ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. വചനം പറയാനും 15:16 എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഈശോ നമുക്കിങ്ങനെ ഓരോ കൃപകൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2:1 എൻ്റെ മകനെ യേശുക്രിസ്തുവിന് കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. ഈശോ നമുക്ക് കൃപകൾ തരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാനിതിന് യോഗ്യല്ലെന്ന് പറയരുത്. അത് മാത്രമല്ല, ഈശോ നമുക്ക് ഈ കൃപകൾ തരുന്നതിനകത്ത് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എന്നിട്ട് പറയുവാണ്, ആനന്ദത്തോടെ ആ കൃപകൾ വാങ്ങിയെടുക്കുക. ആനന്ദത്തോടെ ഈശോ ഇങ്ങനെ കൃപ തരാൻ വേണ്ടി ഇരിക്കുവാണ്. ആനന്ദത്തോടെ നീ ആ കൃപകൾ വാരിയെടുക്കാനാണ് പറയണേ. എന്നിട്ട് പറയുവാണ്, നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഈ കൃപകൾ സ്വീകരിക്കുക. എന്നിട്ട് എല്ലാ ആൾക്കാരെയും എൻ്റെ അനന്തമായ കരുണയെ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും വേണ്ടിയാണ് നീ കൃപ സ്വീകരിക്കേണ്ടത്. കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് ഒരുപാട് കൃപകൾ ഉണ്ടായിരിക്കാം. ഈ കൃപകൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാറുണ്ടോ? അവർ ഈശോയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ടോ? 1 പത്രോസ് 4 പറയുവാണ്, നിനക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ ദൈവത്തിന് വിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുക. അപ്പം ഈശോ നമ്മൾക്ക് കരുണ തരാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ അടുത്ത് പോയിട്ട് കരുണ വാങ്ങിക്കുക. ഈ കൃപ തരാൻ കൃപ വാങ്ങിക്കുക. ഈ കൃപ നമ്മൾ കൊടുക്കുക. കിട്ടുന്ന കൃപകൾ എല്ലാവർക്കും മുന്നിൽ കൊടുക്കാനും കൊടുക്കുക, ശ്രമിക്കുക. അങ്ങനെ ഈശോയുടെ ഒരു യന്ത്രമായിട്ട്, ഈശോയുടെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഈശോ നമ്മൾ പ്രവർത്തിക്കട്ടെ. എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ വേണ്ടെന്ന് പറയരുത്. നമ്മുടെ യോഗ്യത നോക്കിയല്ല, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയായി നമ്മൾ റിസീവ് ചെയ്യുക, അത് കൊടുക്കുക. നമുക്ക് തീരുമാനമെടുക്കാം, കൃപ വാങ്ങിക്കാം. ഈശോയെ പൂർണ്ണമായിട്ട് കർത്താവെ, ഈ കൃപകൾ എനിക്ക് വാങ്ങിക്കാൻ ഞാൻ വരികയാണ്. എനിക്ക് കൃപകൾ വേണം ഈശോയെ. അങ്ങനെ എനിക്ക് തരുന്ന കൃപകളൊക്കെ എനിക്ക് വേണം. എനിക്ക് എല്ലാവർക്കും കൃപകൾ കൊടുക്കണം, പ്രാർത്ഥിക്കണം. പൂർണ്ണമാണ് കർത്താവെ, എൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ തരണ ഈശോയെ. ആരാധന. അഭിഷേകം തരണ ഈശോയെ. ആരാധന. എല്ലാവർക്കും കൃപ കൊടുക്കാൻ പറ്റട്ടെ ഈശോയെ. ആരാധന. അഭിഷേകം തരണ ഈശോയെ. അഭിഷേകം തരണ ഈശോയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.